നമസ്കാരം, ഞാൻ മനോജ് നെടിയാക്കൽ. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കുരുമുളക് സംഭരണം ശക്തം. ശിവരാത്രി വിൽപ്പന മുന്നിൽ കണ്ട് അന്തർ സംസ്ഥാന വ്യാപാരികൾ വാരത്തിൻ്റെ തുടക്കം മുതൽ കുരുമുളക് ശേഖരിക്കാൻ മത്സരിച്ചു. അവർ ഹൈറേഞ്ചിൽ നേരിട്ടിറങ്ങിയിട്ടും വേണ്ടത്ര ചരക്ക് കണ്ടെത്താനായില്ല. കൊച്ചി വിപണിയെ മാത്രം ആശ്രയിച്ചാൽ വ്യാവസായിക ഡിമാൻഡിന് അനുസൃതമായി ചരക്ക് കൈമാറാനാവില്ലെന്ന തിരിച്ചറിവിൽ നിരക്ക് നിത്യേന ഉയർത്തി. വിപണി വിലയിലും കിൻഡലിന് 1500 രൂപ വരെയും ഉയർത്തി കമ്പം, തേനി എന്നിവിടങ്ങളിൽ നിന്നുള്ള ഇടപാടുകാർ ഹൈറേഞ്ചിൽ മുളകിന് വാഗ്ദാനം ചെയ്തു. ഇന്ത്യൻ വിലക്കയറ്റം കണ്ട് ഇതര ഉൽപ്പാദക രാജ്യങ്ങളും വില ഉയർത്തി. കയറ്റുമതിയിൽ മുൻനിരയിലുള്ള വിയറ്റ്നാമിൽ ആഭ്യന്തര വില ഉയരുന്നത് കണ്ട് ഇതര രാജ്യങ്ങളും ചരക്കിൽ പിടിമുറുക്കി. രാജ്യാന്തര വിപണിയിൽ ഇന്തോനേഷ്യയും ബ്രസീലും മലേഷ്യയും വിൽപ്പനക്കാരാണ്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും ഈസ്റ്ററിനുള്ള കുരുമുളക് സംഭരണം തുടരുന്നു. ആഗോള ലഭ്യത ചുരുങ്ങിയതിനാൽ നിരക്ക് കൂടുതൽ ആകർഷകമാക്കാം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഇന്ത്യൻ വില ടണ്ണിന് $8,200 മുകളിലാണ്. കൊച്ചിയിൽ അൺഗാർബിൾഡ് കിലോ 708 രൂപയിലും ഗാർബിൾഡ് കിലോ 728 രൂപയിലുമാണ്. കറുത്ത പൊന്നിന് തിളക്കം. അന്തർ സംസ്ഥാന കച്ചവടക്കാർ തുണയായതോടെ കുരുമുളക് വില വീണ്ടും കൂടി. മാർച്ച് മാസത്തേക്ക് കരാറാക്കിയ കുരുമുളക് ഫെബ്രുവരിയിൽ വേണമെന്ന് മസാല കമ്പനികൾ ആവശ്യപ്പെട്ടത് വരും ദിവസങ്ങളിൽ കറുത്ത പൊന്ന് കൂടുതൽ കരുത്താർജിക്കാൻ സാധ്യത. കഴിഞ്ഞ വാരം കുരുമുളക് വിറ്റ കർഷകർക്ക് കിലോയ്ക്ക് 6 രൂപ ലാഭം കിട്ടി. മൂന്നാഴ്ചയ്ക്കിടെ കുരുമുളക് കിലോ 19 രൂപയാണ് കൂടിയത്. വൻകിട മസാല കമ്പനികൾക്ക് വേണ്ടി മാർച്ച് വരെയുള്ള കാലയളവിൽ കരാറാക്കിയ കുരുമുളകിനായി അന്തർ സംസ്ഥാന കച്ചവടക്കാരുടെ വാങ്ങലാണ് കഴിഞ്ഞ വാരം വില കൂടാൻ ഇടയാക്കിയത്. വിളവെടുപ്പ് കഴിഞ്ഞ് മാസങ്ങൾ കഴിഞ്ഞിട്ടും പുതിയ മുളകിൻ്റെ വരവ് കുറവാണ്. കഴിഞ്ഞ വാരം കൊച്ചി ടെർമിനൽ വിപണിയിൽ 243 ടൺ കുരുമുളക് വിൽപ്പനയ്ക്കെത്തി. മുൻ വാരത്തെ അപേക്ഷിച്ച് 17 ടൺ കൂടുതലാണ് വിൽപ്പനയ്ക്കെത്തിയത്. വിൽപ്പനയ്ക്കെത്തിച്ച മുളകിൽ കൂടുതലും ഇറക്കുമതി മുളക് കലർത്തിയതാണെന്ന് വ്യാപാരികൾ പറഞ്ഞു. സാധാരണയായി മുൻകാലങ്ങളിൽ ഫെബ്രുവരി പകുതിയാകുമ്പോൾ കുരുമുളകിന് വിലയിടിയുന്നത് പതിവായിരുന്നു. എന്നാൽ ഈ വർഷം ഫെബ്രുവരിയിൽ വിലയിടിവ് ഉണ്ടായില്ല. കേന്ദ്ര സുഗന്ധവ്യഞ്ജന ഗവേഷണ കേന്ദ്രത്തിൽ നിന്ന് വ്യാപാര സമൂഹത്തിന് കിട്ടിയ നിർദ്ദേശത്തിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കാണ് കൂടുതൽ ഊന്നൽ നൽകണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിൽ കുരുമുളകിൻ്റെ ഉൽപ്പാദനം കൂടുമെന്നാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര കാർഷിക വകുപ്പ് പുറത്തുവിട്ടത്. എന്നാൽ കർഷകർ ഇത് മുഖാവിലക്കെടുത്തിട്ടില്ല. ഇടുക്കിയിൽ കുരുമുളക് കൃഷി കുറഞ്ഞു വരികയാണ്. കാലാവസ്ഥയിലെ മാറ്റങ്ങളും വിളവെടുപ്പ് കഴിഞ്ഞ് കിട്ടുന്ന വള്ളികളിൽ കുരുമുളകിൻ്റെ തോതും കുറവാണെന്ന് കർഷകർ പറയുന്നുണ്ട്. ഇതുമൂലം കർഷകർ പലരും ഏലം, കൊക്കോ, മറ്റ് കൃഷികളിലേക്ക് മാറുകയാണെന്നും വ്യാപാരികൾ പറയുന്നുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് ജൂൺ വരെയുള്ള കാലയളവിൽ വൻതോതിൽ ഇറക്കുമതിക്ക് സാധ്യതയുണ്ട്. കഴിഞ്ഞ ജനുവരിയിൽ ശ്രീലങ്കയിൽ നിന്നുണ്ടായ 1571 ടൺ ഇറക്കുമതിയിൽ 50% കൊച്ചി തുറമുഖത്താണ് എത്തിയത്. 585 ടൺ കൊച്ചി തുറമുഖത്തും തിരിച്ച് കയറ്റുമതി ചെയ്യാനായി എക്സ്പോർട്ട് ഓറിയൻ്റൽ യൂണിറ്റും മറ്റ് ഇറക്കുമതിക്കാർക്കുമായി വല്ലാർപാടത്ത് 312 ടൺ കുരുമുളക് ഇറക്കുമതി ചെയ്തിട്ടുണ്ട്. ജൂണിലാണ് ശ്രീലങ്കയിൽ വിളവെടുപ്പ് തുടങ്ങുന്നത്. ഈ കാലയളവിൽ വിയറ്റ്നാം അവരുടെ മുളക് ശ്രീലങ്ക വഴി ശ്രീലങ്കൻ മുളകെന്ന പേരിൽ ഇന്ത്യയിലേക്ക് കയറ്റുമതി ചെയ്യാൻ ശ്രമം നടക്കുന്നു. മറ്റു ഉൽപ്പാദക രാജ്യങ്ങളെ അപേക്ഷിച്ച് ലോകത്ത് ഒരിടത്തും ഇല്ലാത്ത വിലയാണ് ഇന്ത്യയിൽ നിലവിലുള്ളതുകൊണ്ട് മറ്റ് രാജ്യങ്ങൾ ഇന്ത്യയിലേക്ക് കുരുമുളക് കയറ്റുമതി ചെയ്യാനാണ് തിടുക്കം കാട്ടുന്നത്. ബ്രസീലിൽ ഇന്ന് കാർണിവൽ ആഘോഷങ്ങൾ തുടങ്ങും. വിയറ്റ്നാം ചൈനീസ് ന്യൂ ഇയർ ആഘോഷങ്ങളിലാണ്. ഇന്തോനേഷ്യ, മലേഷ്യ റംസാൻ നോയമ്പിലേക്ക് മാറും. ഇതെല്ലാം രാജ്യാന്തര വിപണി ഈ ആഴ്ച അവധിയിലായിരിക്കും. ഈ മാസം 23-ന് രാജ്യാന്തര സുഗന്ധവ്യഞ്ജന സമൂഹത്തിൻ്റെ ഒത്തുചേരൽ കൊച്ചിയിലെ കുണ്ടന്നൂരിലാണ്. ഈ വർഷത്തെ ഒത്തുചേരലിന് അഖിലേന്ത്യാ സുഗന്ധവ്യഞ്ജന സമൂഹമാണ് നേതൃത്വം നൽകുന്നത്. 900-ഓളം കമ്പനികൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞു. കുരുമുളകിനെ സംബന്ധിച്ച് രാജ്യാന്തര കുരുമുളക് സമൂഹത്തിൻ്റെ വിലയിരുത്തൽ എങ്ങനെയായിരിക്കും എന്ന പ്രതീക്ഷയിലാണ് കർഷക വ്യാപാര സമൂഹം. ഇതോടുകൂടി വീഡിയോയുടെ പൂർണ്ണമാകുന്നു. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇതേപോലെയുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ മറ്റോടനെത്താം. എല്ലാവർക്കും എൻ്റെ നന്ദി.